ഹലോ ഗൈസ്, എൻ്റെ പേര് കാശിനാഥ് നമ്പൂതിരി എന്നാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പിന്നറാണ്. ആദ്യം നമ്മൾ ഇവിടുന്ന് മടക്കുമ്പോഴത്തേനും ഇവിടെയായിട്ടൊരു മൂർച്ച വരും. ആ മൂർച്ച ഒരുപോലെ വരണം. ഇതുപോലെ ഒരു ഏകദേശം ഇത്രക്ക് മതി. ഇത് നമ്മൾ A4 പേപ്പറില്ലേ, അത് വെച്ചുണ്ടാക്കേണ്ടതാണ്. എന്നിട്ട് ഇത് നേരെ ഇങ്ങോട്ടേക്ക് മടക്കാം. അന്നേരം ഒരു തൊപ്പി പോലെയൊക്കെ കാണാൻ പറ്റും, ബോട്ട് തൊപ്പി. അങ്ങനെ ഇത് നൂർത്തുമ്പോൾ ഇങ്ങനെ പാടുവരും. നമ്മളത്തിന് കർത്തിക എടുക്കണം. കർത്തിക എടുത്തിട്ട് ഇതോടെ പിടിച്ചിട്ട് കണ്ടിക്കണം. മറ്റേ ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതാ, നിങ്ങളെ ഒന്ന് കാണിക്കാൻ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ഞാൻ ചുമ്മാ ഉണ്ടാക്കുന്ന ഗൈസ്. എന്നിട്ട് ഇതെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് നൂർത്തുമ്പം ഈ അറ്റം നമ്മളത് പതുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതുപോലെ ഈ അറ്റവും വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ അറ്റം പതുക്കെ അങ്ങ് വെച്ച് കൊടുക്കുക. ഈ അറ്റവും അതുപോലെ പതുക്കെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ മടക്കുമ്പോഴത്തേനും ഇവിടെ വല്ല സംശയം വല്ലതും ഉണ്ടോ? ഇവിടെ എങ്ങുമില്ല. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് മടക്കണം. എന്നിട്ട് താഴത്തെ ഈ ചതുരക്കട്ടയുള്ള അറ്റം ആദ്യം ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ വെക്കണം. അത് ഇവിടെ വെക്കണം. അതുപോലെ ഇപ്പറയാൻ പറ്റും. പിന്നെ അങ്ങനെ നല്ല കട്ടി വരണമെങ്കിൽ അങ്ങനെ ചെയ്യണം. നല്ല സ്പീഡിൽ പോകണം. ഇതെൻ്റെ കൂട്ടുകാരൻ പിടിപ്പിച്ചെന്ന. ആ കൂട്ടുകാരൻ്റെ പേരാണ് ദിൽജിത്ത് SP. എൻ്റെ ഫേവറേറ്റ് ഫ്രണ്ട് ദിൽജിത്ത് ആൻഡ് അതുൽ ആൻഡ് ആദിത്യൻ AR, ദിൽജിത്ത് SP, അതുൽ TA. കുറച്ച് ഉണ്ടാക്കി ഇച്ചിരിയൊക്കെ വരുമ്പോഴത്തേനും ചതുരക്കട്ടയൊക്കെ വാരും. പിന്നെ ഭയങ്കര പാടാ. നമ്മൾ കട്ടിക്ക് ഉണ്ടാക്കണം നല്ലത്. പിന്നെ അതിങ്ങനെ വരും. എന്നിട്ട് നമ്മളത് ഈ ചതുരക്കട്ട വീണ്ടും മടക്കണം. ഇതുണ്ട്, മടക്കാൻ ഭയങ്കര പാടാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കണം. പഠിപ്പിച്ചതെന്ന് എൻ്റെ കൂട്ടുകാരാണ് ദിൽജിത്ത്. അറിയാലോ എല്ലാവർക്കും. പേരിന് മറക്കല്ലേ, എവിടെയെങ്കിലും എഴുതി വെക്കണം. എൻ്റെ വീഡിയോ ഞാൻ എന്നും തുടരും. ഇത് ആദ്യത്തെ വീഡിയോ ഗൈസ്. മടക്കണം. എന്നിട്ട് നൂർത്തുമ്പോഴത്തേനും ഇതിങ്ങനെ വരും. എന്നിട്ട് ഈ ചതുരം ഇങ്ങോട്ടും മടക്കണം. നേരം ഇവിടുത്തെ ചതുരോ ഇങ്ങോട്ട് മടക്കണം. ഇവിടുത്തെ ചതുരോ ഇങ്ങോട്ട് മടക്കണം. എന്നിട്ട് ആദ്യം ഇത് വെക്കണം. അത് കഴിഞ്ഞ് ഈ ചതുരം വെച്ചത് ഇതെടുത്തിട്ട് ഇങ്ങോട്ട് മടക്കണം. എന്നിട്ട് ഇതെടുത്തിട്ട് ആദ്യം തന്നെ ഇത് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് ഇത് വെക്കണം. പിന്നെ ഈ ചതുരം ഇത് ഇങ്ങോട്ട് വരും. ഇത് നമ്മൾ നേരെ ഇങ്ങോട്ട് വെക്കണം. പിന്നെ ഇതെടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ച് കഴിയുമ്പോഴത്തേനും അത് വേറെ രീതിയിലൊക്കെ ആവും. അത് നമുക്ക് നിസ്സാരമാണ്. നൂർത്തുമ്പോഴത്തേനും പിന്നെ നമ്മളത് വിളിച്ചു നന്നായി ചെയ്യണം. കൈയൊക്കെ കടക്കി കിട്ടോ. എൻ്റെ കൈ നന്നായി കഴിച്ചു. ഹലോ, ആണല്ലേ, ആണുങ്ങൾക്ക് വേദന എടുക്കുമോ കേസ്? നന്നായി വെച്ചിട്ട് ഇവിടെ മടക്കണം. എന്നിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് പരത്തണം. എന്നിട്ട് ടേപ്പ് എടുക്കണം.
ടേപ്പ് എടുത്തിട്ട് ഒരു കുഞ്ഞു ടേപ്പാതെ എടുക്കണം. ഇപ്പോൾ നമുക്ക് കുഞ്ഞുതാനും വലുതാനും കുഴപ്പമില്ല. കുഞ്ഞത് കിട്ടിയാൽ അത് എടുത്തിട്ട് കളയണം. എന്നിട്ട് ഒരു ഇത്രയും വലുതെടുക്കണം. ഇതിവിടെ വെച്ചിട്ട് കത്തിക്ക് എടുത്തിട്ട് വെട്ടണം. എന്നിട്ട് ഇതിങ്ങനെ വരും. നമ്മൾ ഇത്രയും ഭാഗം നിലത്ത് വെച്ചിട്ട് ബാക്കി ഇത്രയും കണ്ടിക്കണം. എന്നിട്ട് അതവിടെ ടേപ്പ് അവിടെ വെച്ചിട്ട് നമ്മൾ ഇതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കും. ആദ്യം ഈ 3 എണ്ണം ഒട്ടിക്കണം. ഞാൻ ഇതെടുത്തിട്ട് ഇവിടെ വെക്കണം. നേരം ഇതില്ലേ, ഇത് വീണ്ടും ഒട്ടിപ്പോയാലും അത് നേരെ നോക്കണം. എന്നിട്ട് അതെടുത്തിട്ട് ഈ കുഞ്ഞില്ല അതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് അതുപോലെ അങ്ങ് വെച്ച് കൊടുക്കും. ഇതേപോലെ വെച്ച് കൊടുക്കും. ഇങ്ങനെ വരും. എന്നിട്ട് വീണ്ടും എടുക്കുക. എടുക്കാൻ ഭയങ്കര കൈസ് പാടാണ് കൈസ്. കിട്ടി. നമ്മൾ എടുക്കണം, ഒത്തി എടുക്കണം. എന്നിട്ട് ഇവിടെ വെക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം കണ്ടിക്കണം. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ വെക്കണം, ഒട്ടിച്ച് വെക്കണം. ബാക്കിയുള്ളത് നമ്മൾ എന്നാ ചെയ്യും, കണ്ടിച്ചിട്ട് ഒരു ഇത്രയും ഭാഗം വെച്ചിട്ട് ഒരു ഇച്ചിരി ഭാഗം എടുത്തിട്ട് നമ്മളതവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കും. ഇതും ഇവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. അന്നേരം ഒരു കുരിശിൻ്റെ പടം പോലെ ഇല്ലേ. എന്നിട്ട് നമ്മൾ സ്റ്റാപ്ലെയർ എടുക്കണം. സ്റ്റാപ്ലെയർ എടുത്തിട്ട് നമ്മൾ അതോട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് അടിക്കേണ്ട ഭാഗം അടിക്കണം. അത് ഈ 2 എണ്ണം മാത്രം അടിക്കണം. അത് കഴിഞ്ഞ് ഈ 2 എണ്ണം മാത്രം അടിക്കണം. എന്നിട്ട് ഇത് 2 അടിക്കുക. അപ്പുറത്ത് അടിക്കണം. അപ്പുറേം തന്നെ. ഞാൻ 4 വശത്തും അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതാകത്ത് പതുക്കെ പോയി നല്ല സ്പീഡിൽ പോയി. നമ്മളത് ഇനി എങ്ങനെയാണ് എറിയണ്ടേന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. ഹായ്, അറിയാതെ കുഴപ്പമില്ല. അത് നിങ്ങൾ കുഴപ്പമാക്കണം. തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേനും കണ്ടോ അങ്ങേ അറ്റത്ത് 2 കിടക്കുന്നുണ്ടോ.
നമ്മളത് എടുക്കണം. എന്നിട്ട് രണ്ടെണ്ണം എടുത്തു. ഇത് എന്നിട്ട് കണ്ടോ, അത് കുഞ്ഞു സ്പീഡ്, നല്ല സ്പീഡിൽ പോയതല്ലേ കടി. ഇത് കുഞ്ഞത്, ഇത് വലുതും, ഇത് വലുത്, ഇതോ കുഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞതായി പതുക്കെയല്ലേ പോയത്, ഇതോ നല്ല സ്പീഡല്ലേ പോയത്, വാതിലൊക്കെ ഉണ്ടല്ലേ, ഇവിടെ ഒച്ചയായിട്ടില്ലേ. ആ, എൻ്റെ പേര് ശരിക്കും കാശിനാഥ് നമ്പൂതിരി എന്നാണ്. എന്നെ കാശി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. എൻ്റെ വീട് ഇടമുള. വീടിൻ്റെ പേര് മലയിലായിട്ടില്ല.